പൊതുവേ നമ്മൾ പറയുന്ന ഒരു ഇഷ്യൂ ആണ് ഹോർമോണൽ ഇഷ്യൂസ്. എനിക്ക് എപ്പോഴും ഒബിസിറ്റി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ മെലിഞ്ഞിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം എൻ്റെ ഹോർമോണൽ ഇഷ്യൂസ് ആണ്, എനിക്ക് ഹോർമോണൽ ഡെഫിഷ്യൻസി അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് പലപ്പോഴും പലവരും പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്? കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസ് എന്താണ്? ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഡോക്ടർ ലക്ഷ്മി, എൻഡോക്രൈനോളജിസ്റ്റ്, മിനിംസ് ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. സോ എൻഡോക്രിനോളജി എന്ന് പറയുമ്പോഴത്തേനും സ്റ്റഡി ഓഫ് ഹോർമോൺസ് എന്നാണ് വരുന്നത്. അപ്പം എന്താണ് ഈ ഹോർമോൺസ്? ഹോർമോൺസ് എന്ന് വെച്ചാൽ കെമിക്കൽ മെസ്സേഞ്ചേഴ്സ് ആണ്. അതായത് നമ്മുടെ ബോഡിക്ക്, അതായത് നമ്മുടെ ബ്രെയിനിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിന് വേറൊരു ബോഡി പാർട്ടിനോട് ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിഗ്നൽ പോലെ വരുന്നതിനെയാണ് നമ്മൾ ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മുടെ ബ്ലഡ് വഴി പല ഓർഗനിലുണ്ടായിട്ട് ബ്ലഡ് വഴി എവിടെയാണോ അതിൻ്റെ എഫക്റ്റ് വേണ്ടത് ആ ഓർഗനിലേക്ക് ഈ ഹോർമോൺ എത്തുന്നു. ഇത് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള അസുഖങ്ങളാണ് ഒരു എൻഡോക്രൈനോളജിസ്റ്റ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഗ്ലാൻസ് തന്നെ പറയുവാണെങ്കിൽ മാസ്റ്റർ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, അതുപോലെ നമ്മുടെ കഴുത്തിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്, പാൻക്രിയാസ് ഒരു ഗ്ലാൻഡ് ആണ്, പിന്നെ നമ്മുടെ സെക്സ് ഓർഗൻസ്, ഓവറീസ് ആവട്ടെ, ടെസ്റ്റിസ് ആവട്ടെ, ഇതെല്ലാം ഈ ഗ്ലാൻസിനകത്ത് വരുന്നതാണ്. അപ്പൊ എപ്പോഴും ഹോർമോണൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ 3 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. ഒന്നെങ്കിൽ ഹൈപ്പർ ഫങ്ഷനിങ്, ഹോർമോണുകളുടെ നില കൂടിപ്പോകുന്നു. രണ്ടാമതെന്ന് പറയുന്നത് ഹൈപ്പോ ഫങ്ഷനിങ്, അതായത് ഹോർമോണുകളുടെ അളവ് കുറഞ്ഞു പോകുന്ന അവസ്ഥ. മൂന്നാമതായിട്ടുള്ളത് റെസിസ്റ്റൻസ് എന്ന് പറയും, അതായത് ഹോർമോണ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ആ ഹോർമോണ് ബോഡിയിൽ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇത് റിലേറ്റഡ് ആണ് എൻഡോക്രൈനോളജിയിൽ ഡിസോർഡേഴ്സ് എല്ലാം വരുന്നത്. കോമൺ ഡിസീസ് എന്താണെന്നാണ് അറിയേണ്ടത്. അപ്പൊ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ കഴുത്തിന്റെ ഫ്രണ്ടിൽ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഓർഗനാണ് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് T4, T3 ഇങ്ങനെയുള്ള ഹോർമോൺസ് ഒക്കെയാണ് വരുന്നത്. അപ്പം ഇതിന്റെ ഹോർമോണൽ ഇംബാലൻസ്, അതായത് അണ്ടർ ആക്റ്റീവ് തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രവർത്തിക്കുന്നില്ല, ഹോർമോൺസിന്റെ T4, T3യുടെ അളവ് കുറയുന്നതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. ഇനി അടുത്ത് നമ്മുടെ ഗ്ലാൻഡ് ഹൈപ്പർ ഫങ്ഷനിങ്, അതായത് ഒത്തിരി ആക്റ്റീവ് ആവുന്ന തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് ഒരുപാട് T4, T3 ഹോർമോൺസ് റിലീസ് ആവും. ഇതിനെ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. പിന്നെ വളരെ റെയർ ആയിട്ട് തൈറോയ്ഡ് ഹോർമോൺ ബോഡിയിലുണ്ട് പക്ഷെ ബോഡി അതിനോട് റെസിസ്റ്റന്റ് ആണ്. ഇതിനെ നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ റെസിസ്റ്റൻസ് എന്നും പറയും. അപ്പൊ കോമൺ ആയിട്ട് കാണുന്നത് ഈ ഹൈപ്പോ തൈറോയിഡിസം ആണോ? നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതും ഹൈപ്പോ തൈറോയിഡിസം തന്നെയാണ് അല്ലേ? അപ്പൊ എന്തായിരിക്കും ഈ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ഒരു ലക്ഷണങ്ങളും, ഇത് വന്നാൽ നമുക്ക് എന്താണ് അറിയാൻ പറ്റുക, എങ്ങനെയാണ് നമ്മുടെ ബോഡി ആക്ട് ചെയ്യുന്നത്? അതായത് ഈ തൈറോയ്ഡ് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബോഡിയിലുള്ള മെറ്റബോളിസം റെഗുലേറ്റർ ആണ് ഈ തൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫാൻ ഉണ്ട്. അപ്പൊ ഈ ഫാനിന്റെ സ്പീഡ് നമ്മൾ തിരിക്കുന്നത് നമ്മുടെ റെഗുലേറ്റർ ഉണ്ടല്ലോ, സ്പീഡ് റെഗുലേറ്റർ നോബ് ഉണ്ട്. അപ്പം അതുപോലെയാണ് ഈ ഒരു നോബ് കണക്കാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഞാൻ ആ നോബ് തിരിച്ച് 1ിലോട്ടാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫാനിന്റെ സ്പീഡ് ഒരുപാട് കുറയും. അപ്പം അത് കണക്ക് നമ്മുടെ തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് കുറവാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം മൊത്തത്തിൽ കുറയും. ഇനി ഞാൻ ഫാനിന്റെ സ്പീഡ് 5ിലോട്ടാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ പറയും എക്സ്ട്രാ സ്പീഡിൽ ഫാൻ കറങ്ങും. അപ്പൊ നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം ഒരുപാട് കൂടും. അപ്പൊ അങ്ങനെയാണ് ഒരു തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഒരു ഫംഗ്ഷൻ ബോഡിയിൽ വരുന്നത്. അപ്പൊ ഈ ഹൈപ്പോ തൈറോയിഡിസത്തിനകത്ത് തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞു പോകുന്ന അവസ്ഥ, കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ അമിതമായിട്ടുള്ള ക്ഷീണം, പിന്നെ അതുപോലെ തന്നെ ശരീരം കുറച്ച് വണ്ണം വയ്ക്കല്, അപ്പൊ മുഖത്ത് നോക്കുമ്പോൾ ഒരു പഫിനെസ് തോന്നുക, കാലുകളിൽ നീര് കണക്ക് വരിക, ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മുടി കൊഴിച്ചിലാണ് വേറൊരു ഫീച്ചറായിട്ട് കാണുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീരീഡ്സ് ഇറഗുലാരിറ്റീസ് വരും, എക്സസീവ് ബ്ലീഡിംഗ് ആയിട്ടും ഒക്കെ പീരീഡ്സ് ഇറഗുലാരിറ്റീസ് വരാം. പിന്നെ ഇൻഫെർട്ടിലിറ്റി, കുട്ടികൾ ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ട് ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരിൽ കാണാറുണ്ട്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ, അതായത് നല്ല ഫൈബർ കഴിക്കുന്നുണ്ട്, നല്ല വെള്ളം കുടിക്കുന്നുണ്ട്, ഫിസിക്കലി ആക്റ്റീവ് ആണ് പക്ഷെ മോഷൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ എപ്പോഴും ശരീരത്തിന് ഒരു തണുത്ത ഫീലിംഗ് ആയിരിക്കും, കോൾഡ് ഫീലിംഗ് ആയിരിക്കും ബോഡിയിൽ. അതുപോലെ തന്നെ തണുപ്പൊട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും കാണും. അപ്പം ഒരു കോൾഡ് ഇൻടോളറൻസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ. ചിലർക്ക് കഴുത്തിന്റെ ഫ്രണ്ടിൽ വീക്കമായിട്ട്
ലോയിറ്റർ ആയിട്ടും ഇത് പ്രസന്റ് ചെയ്യാം. ഓക്കെ ഡോക്ടർ, ഈ ഒരു ഹൈപ്പോതൈറോയിഡിസം വരുന്ന ആൾക്കാർക്ക് ഭാവിയിൽ ഇപ്പം ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യങ്ങളും ഒക്കെ വരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതെങ്ങനെയാണ് അവർക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് തടയാൻ, അതായത് ഈ ഒരു ഹൈപ്പോതൈറോയിഡിസം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട ഒരു സമയം എപ്പോഴായിരിക്കും? ഒന്ന് സിംറ്റംസ് ഉള്ളവർ, ഈ പറഞ്ഞ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. നമ്മൾ സിംറ്റമാറ്റിക് ആണെങ്കിൽ പോലും ഒരു 35 ഇയേഴ്സ് 40 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആനുവൽ ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ TSH എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, ഈ തൈറോയിഡിന്റെ ഇത് കണ്ടുപിടിക്കാനായിട്ട്. ഇനി നമ്മുടെ TSH കൂടുകയും T4 T3 കുറയുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഈ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് കോസ് ഓഫ് ഹൈപ്പോതൈറോയിഡിസം ആണ്. അപ്പോൾ വളരെ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നൊരു കണ്ടീഷനാണ്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് ഡിസീസ് ആണ്. അപ്പം ഇതിനകത്ത് TPO ആന്റിബോഡി, ആന്റി തൈറോഗ്ലോബുലിൻ ആന്റിബോഡി, ഇങ്ങനെയുള്ള ആന്റിബോഡികളുടെ ടൈറ്റേഴ്സ് ഒരുപാട് കൂടിയായിരിക്കും നിൽക്കുന്നത്. അപ്പം അതായത് നമ്മുടെ ബോഡി തന്നെ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന് എതിരെയുള്ള ചില ആന്റിബോഡീസ് ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഇത്. അപ്പോൾ ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണെങ്കിൽ ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഡിസീസാണ്. അതൊരിക്കലും മാറില്ല എന്നാണ്. അത് മാറല് അങ്ങനെ ഒരു ക്യൂർ ആയിട്ട് നമുക്കില്ല, നമ്മളത് മാനേജ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ഥിരം ഇവര് ഹോർമോണൽ മെഡിസിൻസ് എടുക്കേണ്ടി വരും, അങ്ങനെയാണോ? ഡിപ്പെൻസ്. അപ്പം അതെന്ന് പറയുന്നത് ഈ TSH ലെവലിൽ ഒരുപാട് വൈഡ് ഫ്ലക്ച്വേഷൻസ് വരാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. ചിലർക്ക് അത് TSH ഒരുപാട് താഴ്ന്നു പോവാം ഇടയ്ക്കിടയ്ക്ക്, ചിലർക്ക് TSH ഒരുപാട് കൂടി പോവാം, ഫ്രാങ്ക് ഹൈപ്പോ തൈറോയിഡിസത്തിലോട്ട് പോവാം. അതുകൊണ്ട് റെഗുലർ ആയിട്ടുള്ള ഇന്റർവെൽസിൽ നമ്മൾ ഈ TSHന്റെ ലെവൽ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ ഹാഷിമോട്ടോസ് എന്ന് പറയുന്ന ഈ ഒരു തൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ ഇതിപ്പോൾ എന്തെങ്കിലും ക്യൂറബിൾ അല്ല എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഒരു ഹോർമോൺ കൊണ്ടുപോകാൻ എന്നാണല്ലോ. അപ്പോൾ ഭാവിയിൽ അവർക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു കുട്ടികളുണ്ടാവാത്ത അവസ്ഥ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഇതെല്ലാം അതിൻ്റെ കൂടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുമോ? എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനും ഉള്ളൊരു ഫീച്ചറാണ് റെമിഷൻ ഫ്ലെയർ എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് നമുക്ക് ഉണ്ടെങ്കിലും നമുക്കതൊരു ലൈഫ് ത്രെട്ടനിങ് ഡിസീസ് അല്ല. നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കണ്ടീഷനാണ്. അപ്പം നമ്മുടെ TSH ലെവൽസ് നോക്കിയിട്ട് അതനുസരിച്ചുള്ള തൈറോക്സിന്റെ ടാബ്ലറ്റ് എടുക്കുക. പിന്നെ തൈറോയിഡിന് ഹെൽത്തി ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് കിട്ടുന്ന രീതിയിൽ നമ്മുടെ ഡയറ്റ് മാനേജ് ചെയ്യാം. അപ്പം നമ്മുടെ തൈറോയിഡിന്റെ ഹെൽത്തിന് തന്നെയാണെങ്കിൽ സെലനിയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. അത് നട്ട്സ് ആൻഡ് സീഡ്സിനകത്ത് വരുന്നുണ്ട്. പിന്നെ അയഡിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അയഡിൻ നമുക്ക് ടു ലിറ്റിൽ അയഡിനും തൈറോയിഡിന് ഹാംഫുൾ ആണ്, ടു മച്ച് അയഡിനും ഓട്ടോ ഇമ്മ്യൂണിറ്റിക്ക് ഹാംഫുൾ ആണ്. അപ്പോൾ ഒരു 5 grams per day നമുക്ക് അയഡൈസ്ഡ് സോൾട്ട് ആണ് ഇൻടേക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ സ്മോൾ ഫിഷസ്, നമ്മുടെ ഈ നെത്തോലി, ചാള, അയില, മത്തി ഇതുപോലെയുള്ള ഫിഷസ് നമ്മുടെ ഫുഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതും തൈറോയ്ഡ് ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ആവശ്യം സിങ്ക് ആണ്. ഇപ്പം സിങ്ക് വരുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ബീൻസ് ഇതിനകത്തൊക്കെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഫുഡ് ഐറ്റംസ് നമ്മുടെ ഫുഡിനകത്ത് ഉൾപ്പെടുത്തുക, ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുക, ആക്റ്റീവായിട്ട് ഇരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസിനെയും അതുപോലെ തൈറോയ്ഡ് ഹെൽത്തിനെയും ബൂസ്റ്റ് ചെയ്യും. ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കും. ഓക്കെ. ഈ തൈറോയിഡ് ഉള്ള ആൾക്കാർ ഇപ്പം മെഡിസിൻ ഇങ്ങനെ ഡെയിലി എടുത്തുകൊണ്ടിരിക്കും, ഇവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പിന്നീട് എത്ര ഡ്യൂറേഷനിൽ അവർ ഡോക്ടറിനെ കാണണം എന്നുള്ളതൊന്നും ചിന്തിച്ച് നോക്കാറില്ല. എനിക്കിങ്ങനെ ഒരു തൈറോയിഡ് ഉണ്ട്, ഞാൻ ഇതെല്ലാം ഫോളോ ചെയ്ത് പോകുന്നുണ്ട്, അങ്ങനെ അങ്ങ് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് എത്ര ഡ്യൂറേഷനിൽ എത്ര ടൈം നമ്മൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണമെന്നാണ് ഇൻ 1 year? അതെ, നമ്മൾ ഇനിഷ്യലി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു പേഷ്യൻറ്റിൻ്റെ ബോഡി വെയ്റ്റ്, അപ്പോഴത്തെ TSH ലെവൽസ്, ബാക്കി കൂടെയുള്ള കോമോർബിഡ് കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ തൈറോക്സിൻ്റെ ടാബ്ലറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഒരു 6 മുതൽ 8 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരാനാണ് പറയുന്നത്. അപ്പം അന്നേരം നമ്മൾ TSH ലെവൽ ചെക്ക് ചെയ്തിട്ട് വരാൻ പറയും. അപ്പം മിക്കവാറും തുടക്കത്തിലെ TSH ഒരു 50-40 ഒക്കെ ഉള്ളവർ
അടുത്ത ഫോളോ അപ്പിന് വരുമ്പോഴത്തേനും അവരുടെ TSH 2, 1, 3 ഇങ്ങനെ നോർമൽ ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേഷ്യന്റ് ചോദിക്കുന്നത് ഇപ്പം നോർമലായി ഡോക്ടർ, ഞാൻ തൈറോയിഡിന്റെ ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കും. അപ്പം ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാബ്ലറ്റ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ TSH നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേനും അടുത്ത തവണ വീണ്ടും TSH കൂടാനാണ് സാധ്യതയുള്ളത്. അപ്പം TSH നമ്മൾ ഒരുപാട് കുറഞ്ഞു പോവുക, ലെസ് ദാൻ 0.1 അങ്ങനെയൊക്കെ പോകുന്ന അവസരങ്ങളിലാണ് നമ്മൾ ഈ ഡോസ് കുറച്ച് കൊണ്ടുവന്ന് നിർത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നത്. പക്ഷെ മിക്ക ആൾക്കാർക്കും നമ്മൾ ഒരു മെയിൻ്റനൻസ് ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്തു പോകുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോഴോ റെഡ്യൂസ് ചെയ്യുമ്പോഴോ ഉള്ള സമയത്ത് TSH വീണ്ടും റേസ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അത് നമുക്ക് ഓരോ ആൾക്കും എത്ര നാൾ തൈറോയിഡിന്റെ ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള കണക്കില്ല. ചിലർക്ക് 4 months ഒക്കെ കഴിക്കുമ്പോഴത്തേന് നോർമൽ ആവും, ചിലർക്ക് ലൈഫ് ലോങ് തന്നെ ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് പറയുന്ന രീതിയിൽ തന്നെ വന്ന് കാണണം എന്ന് തന്നെയല്ലേ? അതെ അതെ. യൂഷ്വലി നമ്മൾ മെയിൻ്റനൻസ് ഡോസ് ആയിക്കഴിഞ്ഞാൽ, അതായത് ഒരു പെർട്ടിക്കുലർ ഡോസിൽ TSH നമുക്ക് നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ 6 മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ ഒക്കെ TSH ചെക്ക് ചെയ്തിട്ട് ഡോക്ടറിനെ കാണാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ തന്നെ ഈ ഒരു ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ ഹാഷിമോട്ടോ തൈറോയിഡിസം ഉള്ള ആളുകൾക്ക് ആ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അതുപോലെ തന്നെ മെഡിസിനും എടുത്ത് നമുക്കതൊരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എൻഡോക്രൈനോളജിസ്റ്റ് ആയിരുന്നു നമ്മളോടൊപ്പം സംസാരിച്ചത് ഡോക്ടർ ലക്ഷ്മി. ഇനി നമുക്ക് മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു ഡോക്ടർ.